Welcome to 8th Standard Civics class. Dear students, today we are going to discuss about 5th chapter Civics, Judiciary. In this chapter, we will discuss different terms related to judiciary. We also discuss what is the role of judiciary, what are the functions of judiciary. We will also discuss what is an independent judiciary. We learn what is the structure of courts in India. We will also learn why independent judiciary is essential in a democratic country. We will learn what do you mean by PIL. Dear students, listen carefully. In India, we have the rule of law. What this means is that laws apply equally to all persons and that a certain set of fixed procedure need to be followed when a law is violated. To enforce this rule of law, we have a judicial system that consists of the mechanism of courts that a citizen can approach when a law is violated. As an organ of the state, the judiciary plays a crucial role in the functioning of India's democracy. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റൂൾ ഓഫ് ലോയെ പറ്റി പഠിച്ചു. റൂൾ ഓഫ് ലോയെ പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ള ഉദാഹരണം ഉണ്ടെന്ന് സാർ മനസ്സിലാക്കിയാണ്. നിയമവാഴ്ച, ഒരു രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടാകണം. ആ നിയമവാഴ്ച എല്ലാവർക്കും ഒരുപോലെയാണ്. ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ. അപ്പം ആരെങ്കിലും അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലിടപെടാനായിട്ടുള്ള അവകാശം ജുഡീഷ്യൽ സിസ്റ്റത്തിനാണ്. ആരുടെയെങ്കിലും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ജുഡീഷ്യറിയെ സമീപിക്കാവുന്നതാണ്. അതായത് കോടതികളിലെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അവിടെ ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, as an organ of the state, the judiciary plays a crucial role in the functioning of India's democracy. അപ്പോൾ നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ, അവരുടെ കടമകൾ നിർവഹിക്കുന്നതിൽ ജുഡീഷ്യറിയുടെ പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജനാധിപത്യ ഗവൺമെൻറ് ഭരണഘടനാ തത്വങ്ങൾക്കും അതുപോലെ തന്നെ നിയമങ്ങൾക്കും എതിരായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ജുഡീഷ്യറി ഇടപെടുന്നു. അതുകൊണ്ട് ഭരണകൂടങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ജുഡീഷ്യറി സഹായിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ഡസ് എ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി മീൻ? എന്താണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്? ഇസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ കോർട്സ് ഇൻ അവർ ഏരിയ ആൻഡ് ദി സുപ്രീം കോർട്സ് ഇൻ ന്യൂഡൽഹി? അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്ന നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. Dear students, in our first phase of our class, we will discuss what are the functions of judiciary. എന്തൊക്കെയാണ് ജുഡീഷ്യറിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ what is the role of judiciary? The first function is dispute resolution. Judicial system provides mechanism for resolving dispute between citizens and the government, between two state governments, and between the central and state governments. നീതിന്യായ വ്യവസ്ഥയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. തർക്കങ്ങളും വഴക്കുകളും പരിഹരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ തർക്കങ്ങൾ ആരൊക്കെ തമ്മിലായിരിക്കാം? സിറ്റിസൺസ് തമ്മിലുള്ള തർക്കങ്ങൾ, പൗരന്മാരും ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുന്നത് ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ചുമതലയാണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ജുഡീഷ്യൽ റിവ്യൂ. As the final interpreter of the Constitution, judiciary also has the power to strike down particular laws passed by the Parliament if it believes that these are violation of the basic structure of the Constitution. This is called judicial review.
രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. ഇപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹനിക്കുന്ന നിയമങ്ങളാണ് പാർലമെന്റ് പാസ്സാക്കുന്നതെങ്കിൽ അത് റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ജുഡീഷ്യറിക്കുണ്ട്. ഇപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസിന് എതിരായിട്ടുള്ള നിയമങ്ങളാണ് പാർലമെന്റ് പാസ്സാക്കുന്നതെങ്കിൽ അത് റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ജുഡീഷ്യൽ സിസ്റ്റത്തിനുണ്ട്. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. തേർഡ് ഫംഗ്ഷൻ ഈസ് upholding the law and enforcing fundamental right. Every citizen of India can approach the Supreme Court or the High Court if they believe that their fundamental rights have been violated. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? upholding the law and enforcing fundamental right. നിയമത്തെ ഉയർത്തിപ്പിടിക്കുക, ഫണ്ടമെന്റൽ റൈറ്റിനെ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളത് ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ ഫംഗ്ഷനാണ്. ഇപ്പോൾ പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാൽ എല്ലാ പൗരന്മാർക്കും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. അവർക്ക് അവിടെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ 21 which provides every citizen the fundamental right to life also include right to health. ആർട്ടിക്കിൾ 21 എല്ലാ പൗരന്മാരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ജീവിക്കാനായിട്ടുള്ള അവകാശവും ആരോഗ്യത്തിനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി? ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ജുഡീഷ്യൽ റിവ്യൂ, തേർഡ് ഫംഗ്ഷൻ uphold the law and enforcing fundamental rights. Dear students, next we will discuss about what is an independent judiciary. Other branches of the state like the legislature and the executive cannot interfere in the work of the judiciary. The courts are not under the government and do not act on their behalf. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ മറ്റ് ബ്രാഞ്ചസ് ആയ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് എന്നിവ ജുഡീഷ്യറി പ്രവർത്തനങ്ങളിൽ ഇടപെടില്ല. കോടതികൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല പ്രവർത്തിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ പേരിലുമല്ല കോടതികൾ പ്രവർത്തിക്കുന്നത്. ഭരണകൂടം ഭരണഘടനാ തത്വങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാൽ കോടതികൾ അതിനെതിരെ പ്രതികരിക്കും, അതിനെതിരെ പരാമർശങ്ങൾ നടത്തും. അതുകൊണ്ടാണ് ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, ജുഡീഷ്യറി എന്ന് പറയുന്നത് സ്വതന്ത്രമാണ് എന്ന് പറയുന്നത്. ജുഡീഷ്യറിൽ ആർക്കും ഇടപെടാനായിട്ട് സാധിക്കില്ല. അത് നീതിയുക്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഒരിക്കലും ജുഡീഷ്യറി സ്വാധീനിക്കാനായിട്ട് സാധിക്കില്ല. ജുഡീഷ്യറിയുടെ കാര്യങ്ങളിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒരിക്കലും ഇടപെടില്ല. അതുകൊണ്ട് ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ കാര്യം മനസ്സിലായല്ലോ. ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് why independent judiciary is essential in a democratic country. It is the independence of judiciary that allows the court to play a central role in ensuring that there is no misuse of power by the legislature and the executive. It also plays a crucial role in protecting the fundamental rights of the citizen because anyone can approach the court if they believe that their right have been violated. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അത്യാവശ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജനാധിപത്യ രാജ്യത്തിൽ എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും അധികാരം മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി പ്രധാന പങ്ക് വഹിക്കുന്നു. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തങ്ങളുടെ അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇടപെടാനായിട്ടുള്ള അവകാശം ജുഡീഷ്യറിക്കുണ്ട്. അപ്പോൾ പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. ആരുടെയെങ്കിലും റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ അവർക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ പഠിച്ചതാണ് വൈ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഈസ് എസെൻഷ്യൽ ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷം ഉണ്ട് എന്ന പേരിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. ജനാധിപത്യ
മൂല്യങ്ങൾക്കനുസരിച്ചും ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ചും മാത്രമേ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടേതായിട്ട് അധികാരങ്ങൾ മിസ്യൂസ് ചെയ്താൽ കോടതി അതിൽ ഇടപെടും. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. Students, now we are going to discuss about what is the structure of courts in India. ഇന്ത്യയിലെ കോടതിയുടെ ഘടനയെ പറ്റി നമുക്ക് പഠിക്കാം. There are 3 different levels of courts in our country. There are several courts at the lower level, while there is only one at the apex level. The courts that most people interact with are what are called subordinate or district court. These are usually at the district or tehsil level or in the towns, and they hear many kinds of cases. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ ഘടനയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിന് 3 തലങ്ങളുണ്ട്. 3 വ്യത്യസ്ത തലങ്ങളിലുള്ള കോടതികളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ഏറ്റവും താഴെ സബോർഡിനേറ്റ് കോർട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട്, അതിന് മുകളിൽ ഹൈക്കോർട്ടാണുള്ളത്. ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നത് ഡിസ്ട്രിക്ട് കോർട്ടിനെ പറ്റിയാണ്. ഏറ്റവും താഴെ തരത്തിലുള്ള സബോർഡിനേറ്റ് കോർട്ടാണ് ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറയുന്നത്. ഈ കോടതികൾ താലൂക്ക് തലത്തിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലോ പ്രധാനപ്പെട്ട ടൗണുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള കേസുകളുടെ ഹിയറിംഗ്, വാദങ്ങൾ എന്നിവ നടക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളും വിവിധ ഡിസ്ട്രിക്റ്റുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള കോടതിയാണ് ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഡിസ്ട്രിക്ട് ജഡ്ജാണ്, ജില്ലാ ജഡ്ജിയാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ജില്ലകളിലും ജില്ലാ കോടതികളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളത് കണ്ടിട്ടുമുണ്ട്. Each state is divided into districts that are presided over by the district judge. Second level is high court. Each state has a high court which is the highest court of the state. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും ഉയർന്ന കോടതി ഉണ്ടാകും. അതിനെയാണ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്, ഹൈക്കോടതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈക്കോർട്ടിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായല്ലോ. The top is the Supreme Court that is located in New Delhi and is presided over by the Chief Justice of India. നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി അധ്യക്ഷൻ ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ അവസാന വാക്കെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇപ്പോൾ നമ്മൾ 3 ലെവലിലുള്ള കോർട്സുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് ഡിസ്ട്രിക്ട് കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾ പത്രമാധ്യമങ്ങളിലും അതുപോലെ ടി വിയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളതിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയിലേക്ക് പിക്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളല്ലാതെ അത് ഒബ്സർവ് ചെയ്യണം, കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. Students, next we will discuss about what do you mean by PIL. It's a form of PIL, public interest litigation. What is public interest litigation? The Supreme Court devised a mechanism of public interest litigation or PIL to increase access to justice. It allows any individual or organization to file a PIL in the High Court or Supreme Court on behalf of those whose rights were being violated. എന്താണ് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്? ആരുടെയെങ്കിലും റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇതിനെയാണ്
പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. പൊതു താല്പര്യ ഹർജി എന്നൊക്കെ നിങ്ങൾ കേട്ടു കാണാം. അതിനാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെയെങ്കിലും അവകാശങ്ങൾ, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നു, ആരെങ്കിലും മറ്റുള്ള അവകാശങ്ങൾ ഹനിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഏതെങ്കിലും സംഘടനകൾക്കോ ആ വ്യക്തിക്കോ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? Dear students, now we will discuss about what is the difference between criminal law and civil law. ക്രിമിനൽ ലോയും സിവിൽ ലോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? What is criminal law? Criminal law deals with conduct or acts that the law defines as offenses. For example, theft, harassing a woman to remove dowry, murder. ക്രിമിനൽ കുറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. ക്രിമിനൽ ലോയ്ക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? മോഷണം, കൊലപാതകം, സ്ത്രീധനത്തിന് വേണ്ടി സ്ത്രീയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതെല്ലാം ക്രിമിനൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. It usually begins with the lodging of a first information report with the police who investigate the crime after a case is filed in the court. ക്രിമിനൽ ലോ അനുസരിച്ച് ഒരു പ്രശ്നമുണ്ടായാൽ, മേൽപ്പറഞ്ഞ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസ് ആദ്യം FIR രജിസ്റ്റർ ചെയ്യുന്നു. എന്താണ് FIR എന്ന് പറയുന്നത്? FIR മീൻസ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. If found guilty, the accused can be sent to jail and also fined. അതിനുശേഷം ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കുന്നു. പിന്നീട് ആ വ്യക്തി കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയാൽ, കോടതി തെളിയിച്ചാൽ ആ വ്യക്തിയെ ജയിലിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ പിഴ അടക്കാനായിട്ട് കോടതി വിധിക്കുന്നു. അപ്പോൾ ക്രിമിനൽ ലോ എന്താണെന്ന് മനസ്സിലായല്ലോ? ക്രിമിനൽ കുറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് സിവിൽ ലോ. സിവിൽ ലോ ഡീൽസ് വിത്ത് എനി ഹാം ഓർ ഇഞ്ചുറി ടു റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഫോർ എക്സാമ്പിൾ, ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു ദ സെയിൽ ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ഗുഡ്സ്, റെന്റ് മാറ്റേഴ്സ്, ഡിവോഴ്സ് കേസസ്. സിവിൽ ലോ ഡീൽ ചെയ്യുന്നത് ഭൂമി വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഡീൽ ചെയ്യുന്നു. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഒരാളെ ഉപദ്രവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഒരാളെ പരിക്കേൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഉപയോഗിക്കുന്നത് സിവിൽ ലോയാണ്. അതുപോലെ വാടകയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വിവാഹമോചന കേസുകൾ എന്നിവയെല്ലാം സിവിൽ ലോയുടെ പരിധിയിലാണ് വിടുന്നത്. നമ്മൾ പഠിച്ചത് എന്താണ്? ക്രിമിനൽ ലോയും സിവിൽ ലോയും തമ്മിലുള്ള വ്യത്യാസമാണ്. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ? ഇതൊക്കെ കാര്യങ്ങളാണ് ക്രിമിനൽ ലോയുടെ കീഴിൽ വരുന്നത്. ഏതൊക്കെ കുറ്റകൃത്യങ്ങളാണ് സിവിൽ ലോയുടെ ഭാഗമാകുന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടിയെന്ന് സാർ മനസ്സിലാക്കിയാണ്. സ്റ്റുഡൻസ്, we conclude our chapter. What are the points we discuss in this chapter? We learn what is the role of judiciary. We also learn what are the functions of judiciary. ജുഡീഷ്യറിയുടെ, ജനാധിപത്യ രാജ്യത്ത് ജുഡീഷ്യറിയുടെ പങ്കെന്താണ്, അതുപോലെ ജുഡീഷ്യറിയുടെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്, ജുഡീഷ്യൽ ധർമ്മങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് വാട്ട് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. സ്വതന്ത്രമായിട്ടുള്ള ജുഡീഷ്യറി ജനാധിപത്യ രാജ്യത്തിൽ ആവശ്യമുണ്ടോ എന്നതിനെപ്പറ്റി നമ്മൾ പഠിച്ചു. ജനാധിപത്യ രാജ്യത്തിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആവശ്യമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. കാരണം എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും തങ്ങളുടെ അധികാരങ്ങൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, അവരുടെ ഇഷ്ടമുള്ളതിനനുസരിച്ച് ഭരിക്കാൻ പാടില്ല. അവിടെ കോടതി ഇടപെടാനായിട്ട് സാധിക്കും. കോടതിയുടെ കാര്യങ്ങളിൽ ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ ഇടപെടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് കോർട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോടതിയുടെ ഘടനയെ പറ്റി പഠിച്ചു. ഏതൊക്കെയാണത്? ഏറ്റവും താഴെ തഹസിൽ ലെവലിലുള്ള കോർട്ടുകൾ ഉണ്ടാവും,
അതായത് ഡിസ്ട്രിക്ട് കോർട്ടുകൾ, അതിന് മുകളിൽ ഹൈക്കോർട്ട്, ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയാണ് പരമോന്നതമായിട്ടുള്ള കോടതി എന്ന് പറഞ്ഞു. വൈ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഈസ് എസെൻഷ്യൽ ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി, അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിമിനൽ ലോ ആൻഡ് സിവിൽ ലോ. ക്രിമിനൽ ലോയും സിവിൽ ലോയും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം നമ്മൾ പഠിച്ചു. ഈ ചാപ്റ്റർ പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പറ്റി, ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീതിയുക്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം, അതിനെല്ലാത്തിനെയും നിയന്ത്രിക്കാൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് കോടതികൾ സഹായിക്കുന്നു. സിറ്റിസൺസും ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സിറ്റിസൺസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കുന്നത് കോടതികളാണ്. കോടതികളിൽ അവ പരിഹരിക്കപ്പെടുന്നു, തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നു. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ നിയമത്തെ ഉയർത്തിപ്പിടിക്കുക, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് കോടതിയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകണം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഇതിൽ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നല്ല മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പഠനത്തിലൂടെ നമ്മൾ അക്വയർ ചെയ്യണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിനുശേഷം തരുന്ന നോട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് എഴുതുക, അത് പഠിക്കുക. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.